ഇതും ഒരു നൊസ്റ്റാൾജിയ വീഡിയോയാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മളെ കടയിൽ സാധനം വാങ്ങിക്കാൻ വിടുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ബാലൻസ് പൈസ കാണും. അപ്പൊ നമ്മുടെ അടുത്ത് വീട്ടുകാർ പറയും, നീ അത് മിഠായി വാങ്ങി കഴിച്ചോളാൻ. ഒന്നെങ്കിൽ നമ്മൾ തേമിഠായി വാങ്ങിക്കും, അല്ലെങ്കിൽ സിപ്പപ്പ് വാങ്ങിക്കും, അല്ലെങ്കിൽ ദാ ഈ കപ്പലിന്റെ മിഠായി വാങ്ങിക്കും, അല്ലേ? ചില നാടുകൾക്ക് ഈ കപ്പലിന്റെ മിഠായിനെ ബർഫി എന്നൊക്കെയാണ് പറയാറ്. നിങ്ങളുടെ നാടുകളിൽ എന്താണ് ഈ കപ്പലിന്റെ മിഠായി പറയുന്നതെന്ന് കമന്റ് ചെയ്തേക്കണേ. അതുകൂടാതെ കപ്പലിന്റെ നിലക്കടല എന്നും പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു മിഠായികൾ എന്നാണ് ഈ ഒരു കപ്പലിന്റെ മിഠായി. അത് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണിത്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ആ ഒരു ഫുഡ് പ്രസന്റ് ചെയ്യുന്ന ആ ഒരു രീതിയും കൂടിയാണ് ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ കൂടുതലും എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത് എന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ നല്ലൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം. ബൈ. ഇതും ഒരു നൊസ്റ്റാൾജിയ വീഡിയോയാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മളെ കടയിൽ സാധനം വാങ്ങിക്കാൻ വിടുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ബാലൻസ് പൈസ കാണും. അപ്പൊ നമ്മുടെ അടുത്ത് വീട്ടുകാർ പറയും, നീ അത് മിഠായി വാങ്ങി കഴിച്ചോളാൻ. ഒന്നെങ്കിൽ നമ്മൾ തേമിഠായി വാങ്ങിക്കും, അല്ലെങ്കിൽ സിപ്പപ്പ് വാങ്ങിക്കും, അല്ലെങ്കിൽ ദാ ഈ കപ്പലിന്റെ മിഠായി വാങ്ങിക്കും, അല്ലേ? ചില നാടുകൾക്ക് ഈ കപ്പലിന്റെ മിഠായിനെ ബർഫി എന്നൊക്കെയാണ് പറയാറ്. നിങ്ങളുടെ നാടുകളിൽ എന്താണ് ഈ കപ്പലിന്റെ മിഠായി പറയുന്നതെന്ന് കമന്റ് ചെയ്തേക്കണേ. അതുകൂടാതെ കപ്പലിന്റെ നിലക്കടല എന്നും പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു മിഠായികൾ എന്നാണ് ഈ ഒരു കപ്പലിന്റെ മിഠായി. അത് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണിത്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ആ ഒരു ഫുഡ് പ്രസന്റ് ചെയ്യുന്ന ആ ഒരു രീതിയും കൂടിയാണ് ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ കൂടുതലും എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത് എന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ നല്ലൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം. ബൈ.